സാർ, പെൺകുട്ടിയെ കാണാതായിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. കാണാതായിരിക്കുന്നത് സ്ഥലത്തെ പ്രധാന ബിസിനസ്മാന്റെ മകളെയാണ്. ചീഫ് സന്ദീപ് വന്നാലേ കുറെ കൂടി കാടിനുള്ളിലേക്ക് പോകാൻ സാധിക്കൂ. ചില രാത്രികൾ അങ്ങനെയാണ്. ഇരുട്ടിനു പോലും ജീവനുണ്ടാകും. നമ്മൾ ശ്വസിക്കുന്നത് പോലെ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആ ഇരുട്ട് ഒരുപക്ഷെ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാകും. കഴിഞ്ഞ 4 മാസമായി സന്ദീപിന് ഉറക്കമില്ല. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ 4ഓ 5ഓ തവണ ജനവാതിലുകളും വാതിലുകളും അടച്ചോ എന്ന് പോയി നോക്കുമായിരുന്നു. സന്ദീപ് ഭയപ്പെട്ടിരുന്ന ആ വസ്തു പുറത്തുനിന്നും ഉണ്ടാവേണ്ട ഒന്നായിരുന്നില്ല. അത് ആ വീട്ടിൽ തന്നെ ഉള്ള ഒന്നായിരുന്നു. സന്ദീപ് യുക്തിക്ക് നിരക്കാത്ത ഈ പ്രേതം, പിശാച് എന്നിങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വിശ്വാസവും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. ഭയം എന്നത് മനുഷ്യന്റെ ബുദ്ധിയാണ്, അല്ലാതെ ഇരുട്ടല്ല എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച ഒരച്ഛന്റെ മകനായിരുന്നു സന്ദീപ്. എന്നാൽ നല്ലമല കാടിനുള്ളിൽ വെച്ച് നടന്ന അന്നത്തെ രാത്രിയോടുകൂടി എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞു. കഴിഞ്ഞ 8 വർഷമായിട്ട് സന്ദീപ് നല്ലവനം എന്ന ആ ഒരു ഫോറസ്റ്റ് റേഞ്ചിൽ റെസ്ക്യൂ ടീമിന്റെ ഒരു വളണ്ടിയർ ആയിട്ട് ജോലി ചെയ്തു വരികയാണ്. ആദ്യമൊക്കെ അദ്ദേഹം പാഷനും അതുപോലെ ഹോബിയുമായിട്ടാണ് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ തൻ്റെ ഹോബി എന്നതുപോലെ അവരെ രക്ഷിക്കാനായി അവിടെ ഉണ്ടായിരുന്ന റെസ്ക്യൂ ടീമിന്റെ കൂടെ കൂട്ടുപോകുമായിരുന്നു. അങ്ങനെ പോകെ പിന്നീട് അതൊരു പ്രൊഫഷനായി മാറി. പിന്നീട് ഒരുപാട് കാലം അവിടെ കാണാതാകുന്ന പലരെയും രക്ഷപ്പെടുത്താനായിട്ടുള്ള ചില റെസ്ക്യൂ ടീമിന്റെ പ്രവർത്തനങ്ങളിൽ സന്ദീപിന്റെ പങ്കും വലുത് തന്നെയായിരുന്നു. എന്നാൽ സന്ദീപിന്റെ ഓർമ്മയിൽ ഏറ്റവും ഭയാനകമായി ഒരാളെ രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ വെറും 15 അടി താഴ്ച മാത്രമുള്ള ഒരു കുഴിയിൽ നിന്നും രക്ഷിച്ച ഒരു പെൺകുട്ടിയുടെ രക്ഷാദൗത്യമായിരുന്നു സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു രക്ഷാദൗത്യം. അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ ദൈർഘ്യമേറിയതും അതുപോലെ ബുദ്ധിമുട്ടുള്ളതുമായ മറ്റൊരു രക്ഷാപ്രവർത്തനവും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ സന്ദീപ് രാത്രിയിൽ ഒരു വെബ് സീരീസ് ഒക്കെ കണ്ട് വീടിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കോൾ വന്നത്. ആ ടീമിന്റെ ഇൻസ്പെക്ടറുടെ പക്കലിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് കോൾ വന്നത്. ആ സമയത്ത് സന്ദീപിനോടായി പറഞ്ഞു, ട്രക്കിങ്ങിന് വന്ന ഒരു പെൺകുട്ടിയെ കാണുന്നില്ല. ഏകദേശം വൈകുന്നേരം 6 മണിക്ക് ശേഷം കൂട്ടം തെറ്റിപ്പോയതാണ്. ഇത്ര സമയമായിട്ടും പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സന്ദീപിനെ വരാൻ പറ്റുമെങ്കിൽ താങ്കൾ വരണമെന്ന ആ ഒരു ഫോൺ സന്ദേശത്തിന് ശേഷം ഫോൺ ഉടനെ തന്നെ കട്ടാവുകയും ചെയ്തു. എന്നാൽ സന്ദീപ് പോകണോ വേണ്ടയോ എന്ന് കുറച്ച് ആലോചിച്ചു നിന്നു. കാരണം അദ്ദേഹം ഡ്യൂട്ടിയിലായിരുന്നില്ല, മറിച്ച് അടുത്ത ദിവസം സന്ദീപിന്റെ വീട്ടിലേക്ക് പ്രധാനപ്പെട്ട ചില ആളുകൾ വരാനുള്ളത് കൊണ്ട് തന്നെ സന്ദീപ് ഒന്ന് മടിച്ചു നിന്നു. എന്നാൽ സന്ദീപിനെ പോവാത്തതിൽ വല്ലാത്ത തരം അസ്വസ്ഥതയും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം ഒരുപക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ എനിക്ക് കൂടി സാധിക്കുമായിരുന്നെങ്കിൽ എന്നൊരു കുറ്റബോധം സന്ദീപിന്റെ മനസ്സിൽ വല്ലാതെ ഉണ്ടായി. അതുകൊണ്ട് ഒട്ടും ആലോചിക്കാതെ തന്നെ സന്ദീപ് തന്റെ ബൈക്കും എടുത്ത് ജാക്കറ്റൊക്കെ എടുത്ത് തലയിൽ വെച്ച ഹെഡ്ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തിട്ട് ബൈക്കുമായി അങ്ങോട്ടേക്ക് പോയി. ബൈക്ക് അവിടെ എത്തുന്ന സമയത്ത് അവിടെ 30ഓളം പേർ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആർക്കും തന്നെ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ സന്ദീപ് നേരെ ചെന്ന് തന്റെ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് എത്തി. ആ സമയത്ത് ഇൻസ്പെക്ടർ സന്ദീപിനോടായി പറഞ്ഞു, ഉടനെ തന്നെ അസിസ്റ്റന്റ് ഓഫീസറായ മാർക്കണ്ഡേയൻ സാറിന്റെ കൂടെ കാട്ടിലേക്ക് പോകാൻ. ഈ മാർക്കണ്ഡേയൻ സാറിന് ഏകദേശം 60 വയസ്സിൽ പ്രായമുണ്ട്. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതം, മുഖത്ത് എപ്പോഴും ഒരു ഗൗരവം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം നടക്കുമായിരുന്നു. ഉടനെ തന്നെ സന്ദീപ് മാർക്കണ്ഡേയൻ സാറിന്റെ അടുത്ത് ചെന്ന് പ്രസന്റ് ചെയ്തു. ഉടനെ തന്നെ ആ സീനിയർ ഓഫീസർ സന്ദീപിനോട് പറഞ്ഞു, അനാവശ്യമായി വാക്കി ടോക്കി ഉപയോഗിച്ച് അതിലെ ചാർജ് കളയരുത്. ഞാൻ പറയുന്ന സമയത്തല്ലാതെ വാക്കി ടോക്കി ഉപയോഗിക്കാൻ പാടില്ല. മാർക്കണ്ഡേയൻ ഓഫീസറുടെ കൂടെ അദ്ദേഹത്തിന്റെ ജർമ്മൻ ഷിപ്പേർഡായ നായയുണ്ടായിരുന്നു, ടോണി. ആ നായയും മാർക്കണ്ഡേയൻ സാറും സന്ദീപും കൂടെ കാടിനുള്ളിലേക്ക് നടന്നു. അങ്ങനെ ഒരുപാട് ദൂരം അവർ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ആ പെൺകുട്ടിയെ തിരഞ്ഞു. എന്നാൽ ഇതിനു മുന്നേ റെസ്ക്യൂ ടീം തിരഞ്ഞ ഭാഗങ്ങളിൽ തന്നെയായിരുന്നു അവരും തിരഞ്ഞിരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുമെന്ന് മാർക്കണ്ഡേയൻ സാറിന് ഉറപ്പുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ നായ എന്തോ ഒന്ന് കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുന്നത് പോലെ
എന്നാൽ അതൊരു പ്രത്യേക രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നതല്ല. അതിൻ്റെ ചെവിയൊക്കെ കൂർപ്പിച്ച് മുന്നിൽ നിന്നും ആരോ അവരെ എത്തി നോക്കുന്നുണ്ട് എന്ന ഒരു രീതിയിൽ ആ നായ അങ്ങോട്ടേക്ക് തന്നെ നോക്കും. ആ സമയത്ത് മാർക്കൻഡേയൻ ഓഫീസർ തൻ്റെ കയ്യിലെ വാക്കി ടോക്കി ഓൺ ചെയ്തിട്ട് പറഞ്ഞു, സബ്ജക്റ്റ് ഏകദേശം നമ്മുടെ അടുത്തുണ്ട്, ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ് എന്ന ഒരു സന്ദേശം വാക്കി ടോക്കിയിലൂടെ നൽകി. എന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടന്നു. അങ്ങനെ അവർ നടന്ന് ഒരു വലിയ കറുത്ത പാറയുടെ മുന്നിലേക്ക് എത്തി. ആ സമയത്ത് ഓഫീസറായ മാർക്കൻഡേയൻ കൈകൊണ്ട് സന്ദീപിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, സന്ദീപ്, എനിക്ക് 20 വർഷമായി ഈ നല്ലവനം കാടിനെ കുറിച്ച് അറിയാം. എന്നാൽ എന്റെ സർവീസിൽ ഒരിക്കൽ പോലും ആ കറുത്ത കല്ലിനപ്പുറത്തേക്ക് പോയിട്ടില്ല. സന്ദീപ്, 20 വർഷമായി ഞാൻ ഈ ജോലി ചെയ്യുന്നു. 20 വർഷത്തോളമായിട്ട് ഈ നല്ലവനം കാടിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ ഒരു സർവീസിനിടയ്ക്ക് ഞാൻ ഈ കരിമ്പാറയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ദൗത്യത്തിനും പോയിട്ടില്ല. ആ സമയത്ത് സന്ദീപ് പറഞ്ഞു, അത് എന്തുകൊണ്ടാണെന്ന്. ആ സമയത്ത് മാർക്കൻഡേയൻ എന്ന് പറഞ്ഞ ആ ഓഫീസർ പറഞ്ഞു, എൻ്റെ സീനിയർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കരിമ്പാറയ്ക്കപ്പുറം ഒരു കാരണവശാലും കടന്നു പോകരുതെന്ന്. അവിടെ ആരെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വഴി തെറ്റുകയോ ചെയ്താൽ പോലും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്ന്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ ആ പെൺകുട്ടിയെ തിരഞ്ഞ് ഈ പാറയ്ക്കപ്പുറം പോവാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് സന്ദീപ് ചോദിച്ചു, ഇത്രയൊക്കെ ദുരൂഹത ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. ആ സമയത്ത് ആ ഓഫീസർ പറഞ്ഞു, ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഒരു സാധാരണ പെൺകുട്ടിയല്ല, ഒരു VIP ഫാമിലിയിലെ ഒരു അംഗം കൂടിയാണ്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മറന്നേ പറ്റും. അങ്ങനെ പറഞ്ഞ് ആ ഓഫീസറും സന്ദീപും അവരുടെ ടോണി എന്ന ആ നായയും കൂടെ ആ കരിമ്പാറയ്ക്കപ്പുറം മുന്നോട്ടേക്ക് നടന്നു. അങ്ങനെ അവർ മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്താണ് അവർ ആ വിചിത്രമായ കാഴ്ച കണ്ടത്. ഒരു ഉണങ്ങി ദ്രവിച്ച ഒരു പടുകൂറ്റൻ മരം. ആ മരത്തിന്റെ മുകൾ ഭാഗത്തൊന്നും ഒരു തരി ഇലകൾ പോലുമില്ല. എന്നാൽ ആ മരത്തിനുള്ളിൽ ഒരു പാവയൊക്കെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ ആ പെൺകുട്ടിയെ ആരോ ആ മരത്തിനുള്ളിൽ അതിശക്തമായി തിക്കി നിറച്ചു വെച്ചതുപോലെ ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നു. ആ പെൺകുട്ടിക്ക് ഒരിക്കലും അതിനകത്തേക്ക് സ്വയം കയറാൻ അസാധ്യമാണ്. ആരോ ആ പെൺകുട്ടിയെ അങ്ങനെ ചെയ്തതുപോലെ. ഉടൻ തന്നെ വാക്കി ടോക്കി എടുത്ത് സന്ദീപ് സസ്പെക്ട് കണ്ടെത്തിയതായിട്ട് പറഞ്ഞു. എന്നിട്ട് ആ പെൺകുട്ടിക്ക് മുന്നിൽ മുട്ടുകുത്തി ഇരുന്നിട്ട് അതിനോട് ചോദിച്ചു, നീ ഓക്കെ ആണോ എന്ന്. ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് അത് കഴിക്കാൻ നിറയെ ഭക്ഷണം തന്നു, എന്നാൽ തന്നത് മുഴുവൻ ചില വിത്തുകളും ചില ഇലകളുമായിരുന്നു എന്ന്. എന്തൊക്കെയോ പിറുവിറുത്ത് പറയുന്നത് കൊണ്ട് തന്നെ സന്ദീപിന് ഒരു കാര്യം മനസ്സിലായി, ആ പെൺകുട്ടിയുടെ മാനസിക നില ഒട്ടും ശരിയല്ല. ഉടനെ തന്നെ ആ ഒരു വലിയ പൊത്തിനുള്ളിൽ നിന്ന് ആ പെൺകുട്ടിയെ പുറത്തെടുത്ത് അവർ നടത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം നടന്ന സമയത്ത് ആ പെൺകുട്ടി തൻ്റെ ശരീരം മുഴുവനായി തിരിച്ച് പുറകിലെ ആ ഭയാനകമായ ഇരുട്ടിലേക്ക് ഒന്നുകൂടി നോക്കി. എന്നാൽ അവൾ നോക്കുന്നത് കണ്ട് ഇവർ രണ്ടുപേരും നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഭാഗത്തേക്ക് നോക്കി അവരുടെ ആ നായ വളരെ വിചിത്രമായി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് സന്ദീപ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മാർക്കൻഡേയൻ സാർ ആ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് തവണ സർ സർ എന്ന് വിളിച്ചിട്ടും ആ ഓഫീസർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് ഒന്ന് കുലുക്കി വിളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഏതോ ഒരു ലോകത്തിൽ നിന്നും മടങ്ങി വന്നതുപോലെ സന്ദീപിന് തോന്നി. ആ സമയത്ത് മറ്റൊന്നുകൂടി സന്ദീപിന് തോന്നി, ഇവിടം തെറ്റായിട്ട് എന്തോ നടക്കുന്നുണ്ട് എന്ന്. ഉടനെ തന്നെ ആ പെൺകുട്ടിയെയും കൂട്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് ആ പെൺകുട്ടി അവനോട് പറഞ്ഞു, നിന്നെ അതിന് ഇഷ്ടമായിട്ടില്ല, നിന്നെ അത് ഉപദ്രവിക്കും. ആ സമയത്ത് ആ പെൺകുട്ടിയോട് സന്ദീപ് ചോദിച്ചു, നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്, നീ എന്താണ് ഇങ്ങനെ പിറുപിറുത്ത് സംസാരിക്കുന്നത്. ആ സമയത്ത് സന്ദീപിന് മാത്രം അറിയാവുന്ന ഒരു കാര്യം ആ പെൺകുട്ടി പറഞ്ഞു, നിന്റെ കോളറിനുള്ളിലെ ആ മുറിപ്പാട് അതിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ അത് നിന്നെ തേടിയെത്തും, എന്നിട്ട് നിന്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് അത് നിന്റെ കൂടെ താമസമാവും, ഒടുവിൽ നിന്നെ അത് ഭക്ഷിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട് സന്ദീപിന് സത്യത്തിൽ ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മാർക്കൻഡേയൻ സാറ് ഇതൊന്നും കേട്ടിട്ട് ഒരു കൂസലുമില്ലാതെ അവരുടെ പുറകിൽ തന്നെ നടന്നു. അന്ന് ആ പെൺകുട്ടിയുമായി ആ കാടിനുള്ളിൽ വരുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത തരത്തിലുള്ള ഒരു ദുർഗന്ധം വന്നുകൊണ്ടേയിരുന്നു. ഓരോ ഭാഗത്തേക്ക് എത്തുമ്പോഴും എന്തോ ഒരു ദുർഗന്ധം വമിക്കുന്ന വസ്തു അവരുടെ കൂടെ വരുന്നത് പോലെ. മോർച്ചറിയിൽ നിന്നൊക്കെ തളം കെട്ടി കിടക്കുന്ന രക്തത്തിന്റെ വല്ലാത്ത തരത്തിലുള്ള ഒരു ദുർഗന്ധവും അതുപോലെ പ്രത്യേക തരം ഗന്ധവും അവിടെ പടരാൻ തുടങ്ങി. ഇതുകൂടി കണ്ടതോടെ സന്ദീപിന് വിയർക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ആ പെൺകുട്ടിയെ വേഗത്തിൽ കൈപിടിച്ച് വലിച്ച് അവർ ആ ക്യാമ്പിലേക്ക് തന്നെ എത്തി. പിന്നെ ആ പെൺകുട്ടിയെ ഒരു ആംബുലൻസിൽ അവിടെ നിന്ന് പറഞ്ഞയക്കുകയുണ്ടായി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഏകദേശം ഈ ദൗത്യത്തിനും 2 ആഴ്ചയ്ക്ക് ശേഷം, ഒരിക്കൽ ഒരു പാർട്ടിയിൽ വെച്ച് മാർക്കൻഡേയൻ സാറിനെ കണ്ടു.
അദ്ദേഹത്തോട് സംസാരിക്കാൻ എന്ന വണ്ണം പോയ സന്ദീപിനെ ജസ്റ്റ് തല കുലുക്കി കാണിച്ച് അവിടെ നിന്നും അദ്ദേഹം പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിലെ കോഫി കപ്പ് എന്തോ വല്ലാത്ത രീതിയിൽ വിറക്കുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് മാത്രം സന്ദീപിന് ഒട്ടും മനസ്സിലായില്ല. എന്നാൽ തൻ്റെ വരവിൽ നിന്നും ഒഴിഞ്ഞു മാറിയതും എന്തിനാണെന്ന ആ ഒരു സംശയം സന്ദീപിന്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സന്ദീപിന് ഒരു വോയിസ് മെസ്സേജ് വന്നത്. ഞാൻ മാർക്കണ്ഡേയൻ സാറിന്റെ മകളാണ്. അച്ഛൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. പറ്റുമെങ്കിൽ ഇപ്പോഴൊന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ആ നമ്പറിലേക്ക് സന്ദീപ് വിളിച്ചു. എന്നാൽ ആ ഫോൺ എടുത്ത മകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 10 ദിവസങ്ങൾക്ക് മുമ്പേ അച്ഛൻ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയി. എന്നാൽ മരിക്കുന്നതിന് മുമ്പേ അച്ഛൻ എന്നോട് നിങ്ങൾ അന്ന് ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായി നല്ല മലയിലേക്ക് പോയ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ രക്ഷിച്ച ആ പെൺകുട്ടി 3 ദിവസത്തിന് ശേഷം മരണപ്പെട്ടു എന്ന ഒരു വാർത്ത അറിഞ്ഞിട്ടാണ് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചത്. അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അവളെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് ഒന്നടങ്കം പേടിച്ച് വിറച്ചിട്ടാണ് എൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് അവർ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയ വയറ്റിനുള്ളിലെ അപൂർവ പച്ചയിലകളും അപൂർവ സസ്യങ്ങളുടെ വിത്തുകളുമാണ് അവർക്ക് അന്ന് ആ ബോഡിയിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ അത് പരിശോധിച്ച ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസുകാരും പറഞ്ഞത് നല്ലവനത്തിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള വിചിത്രമായ ഇലകളും വിത്തുകളുമായിരുന്നു ആ പെൺകുട്ടിയുടെ വയറ് മുഴുവനെന്ന്. അത് കണ്ട് തിരിച്ചു വന്നതിന് ശേഷം അച്ഛൻ അസ്വസ്ഥനായിരുന്നു. അന്ന് അച്ഛൻ്റെ ഡയറിയിൽ എന്തോ എഴുതി വച്ചിരുന്നു, ആ പെൺകുട്ടിയും ഞാനും മരണപ്പെടും. അന്ന് ആ റെസ്ക്യൂ ടീമിൽ ഹെൽപ്പിനായി വന്ന സന്ദീപ് എന്ന പയ്യൻ മാത്രമേ പിന്നെ ബാക്കിയാവൂ. അവന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഈ കാര്യം അവനെ അറിയിക്കണമെന്ന് അത് ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. ഒപ്പം മാർക്കണ്ഡേയൻ സാറിന്റെ മകളോട് ഇത് പറയുകയും ചെയ്തിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഫോൺ സംഭാഷണം ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടായിരുന്നു. ഈ ഫോൺ കോൾ കട്ടായതോടുകൂടി സന്ദീപ് നിൽക്കുന്നത് ഒരു ഇരുട്ട് നിറഞ്ഞ റൂമിലാണ്. സന്ദീപിന് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ. ആ സമയത്താണ് പെട്ടെന്ന് സന്ദീപ് നിൽക്കുന്ന വീടിന്റെ ഡോറിൽ ആരോ മുട്ടുന്നത്. എന്നാൽ സന്ദീപിന് അത് തുറന്നു നോക്കാൻ അല്പം ഭയമായിരുന്നു. എന്നാലും പതുക്കെ സന്ദീപ് പോയിട്ട് ആ വാതിൽ തുറന്നു. സന്ദീപിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ചില പ്രത്യേക വനങ്ങളിൽ ചില പ്രത്യേക ഭാഗങ്ങളിലേക്ക് ആർക്കും പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവിടെ സ്ഥിതി ചെയ്യുന്ന ആ ഇരുണ്ട ശക്തി ഇതെല്ലാം കാണുന്നുണ്ടാകും എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.